നമുക്ക് തെറ്റുകളെ തിരുത്താൻ എളുപ്പമാണ്, പക്ഷേ തെറ്റിദ്ധാരണകളെ തിരുത്തുക പ്രയാസമാണ്. എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം നൽകും. ചില വൃക്ഷങ്ങൾ അങ്ങനെയാണ്. സ്വയം വെയിൽ കൊണ്ട് മറ്റുള്ളവർക്ക് തണൽ നൽകും. കല്ലെറിഞ്ഞാലും തിരിച്ചു നൽകുന്നത് പഴങ്ങളായിരിക്കും. മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് ഇതുപോലെ. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും ജീവിതപാതയിൽ കാലിടറി വീഴുന്നവർക്ക് താങ്ങും തണലുമാകാൻ ശ്രദ്ധ കാണിക്കുന്നവർ. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. അവ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാവും. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. ഒരാൾ നിങ്ങളോട് വളരെ മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓർക്കുക, എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഒരൊറ്റ വ്യക്തിയായി തന്നെ തുടരുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖംമൂടികൾ അണിയാതിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവരെയും ഒരിക്കലും മറക്കരുത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കെപ്പോഴും ഒരു സ്ഥാനമുണ്ടായിരിക്കും. നിങ്ങൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമാണ്. മറിച്ച് നിങ്ങൾ അത്യാഗ്രഹത്തിലും സ്വപ്നലോകത്തിലും മാത്രം ജീവിക്കുകയാണെങ്കിൽ ജീവിതം വളരെ കഠിനമേറിയതായിരിക്കും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം, അവർക്ക് നമ്മൾ ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി എന്ന്.